ഗർഭിണികൾ പപ്പായ കഴിക്കുന്നത് അപകടം എന്നറിയുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പപ്പായ കഴിക്കുന്നതിൽ ധാരാളം നന്മകളും അതേപോലെ ദോഷവുമുണ്ട്. ശാസ്ത്രീയമായി വലിയ ചർച്ചയ്ക്ക് വിധേയമാണ്. പപ്പായ ആരോഗ്യമുള്ളവർക്ക് നല്ലതാണെങ്കിലും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പപ്പായ ജോയിൻറ്റ് പെയിൻ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻസുകളാകുന്ന വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ അതിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. മിനറൽസുകളാകുന്ന പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലത്തത് കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ട്. പപ്പായ കഴിച്ചാൽ നന്മ ലഭിക്കണമെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കൊക്കെയാണ്? ദഹന പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്. കൂടുതൽ ശുചിത്വം മെച്ചപ്പെടുത്താൻ ഫൈബർ ഉള്ളതുകൊണ്ട് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്ക് നല്ലതാണ്. ചർമ്മ പ്രശ്നങ്ങളുള്ളവർ, BP അല്പം കൂടിയവർക്ക് ഇംബാലൻസ് കിട്ടാൻ കാരണമാകുന്നുണ്ട്. എന്നാൽ ഗർഭിണികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപകടം സംഭവിക്കും. ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ, ബ്ലഡ് തിന്നർ മരുന്ന് കഴിക്കുന്നവർ, അലർജി ഉള്ളവർ, ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർ, ലോ BP ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. പപ്പായ അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വയറിളക്കം, ഛർദി, വയറുവേദന, മൗത്ത് അൾസർ, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകാറുണ്ട്. ഏതാണെങ്കിലും നല്ലതെന്ന പേരിൽ അമിതം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പപ്പായ കഴിക്കുന്നതിന് മുമ്പ് ഓർക്കേണ്ടത് രോഗമുള്ളവർ ഡോക്ടർമാരുടെ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ശരിയായ അളവിന് ഔഷധം, തെറ്റായ അളവായാൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിച്ചാൽ എല്ലാവും നന്മയാണ്. അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക.